സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വലിയ പണി കിട്ടിയിരിക്കുന്നത് സാക്ഷാൽ അജയ് ദേവ്ഗണാണ്. ബോളിവുഡിൽ ഈ ചിത്രത്തെക്കുറിച്ചുള്ള സംസാരം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം അന്യഭാഷയിൽ പോലും ദൃശ്യം 3 എന്ന സിനിമ ചർച്ചയാകുന്ന അവസരമാണിപ്പോൾ. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഗംഭീര ബോക്സ് ഓഫീസ് കളക്ഷൻ വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ പണി കിട്ടാൻ പോകുന്നത് സാക്ഷാൽ ബോളിവുഡിലെ ദൃശ്യം 3 തന്നെയാണ്, സാക്ഷാൽ അജയ് ദേവ്ഗൺ തന്നെയാണ്. കാരണം മോഹൻലാൽ ഇതിൽ നടത്തിയിരിക്കുന്ന പ്രകടനം അത് ഏറ്റവും വലിയ പ്രകടനമാണ്. അതിന് അജയ് ദേവ്ഗണ് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമോ, ഒരു കമ്പാരിസൺ വരുമോ എന്നതൊക്കെ ഒരു ചോദ്യചിഹ്നമായി ഉയരുന്നു. എന്തായാലും മുട്ടൻ ബോളിവുഡ് പണി മോഹൻലാൽ കൊടുത്തിട്ടുണ്ട്. അവസാന 40 മിനിറ്റ് മോഹൻലാൽ നടത്തിയ പ്രകടനം അതിന് ഏതൊരു നടൻ വന്നാലും അത് മറികടക്കാൻ കുറച്ച് പ്രയാസമാണ്. സത്യത്തിൽ ദൃശ്യം 3 ഏറ്റവും ഭംഗി മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ പെർഫോമൻസ് തന്നെയാണ്. ആ പെർഫോമൻസ് ഇരുകൈ നീട്ടി സ്വീകരിച്ച പ്രേക്ഷകർ ബോളിവുഡിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനലി എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൃശ്യത്തിന് വേണ്ടി. ഗംഭീര അഭിപ്രായം ലഭിച്ചതോടുകൂടി ബോക്സ് ഓഫീസിൽ മിന്നിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുകയാണ്. ഈ ചിത്രത്തിന്റെ ഓവർസീസ് റിലീസ് ഏറ്റെടുത്തിരിക്കുന്നത് ബോളിവുഡ് സിനിമയുടെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസും പെൻ സ്റ്റുഡിയോസും ഒക്കെ ചേർന്നാണ്. അവർ തന്നെ പറയുന്നുണ്ട് 70 അകത്തുള്ള കൺട്രികളിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നതെന്ന്. ഒരു ബോളിവുഡ് ചിത്രത്തിന് പോലും ഇത്രയും വലിയ റിലീസ് നടന്നിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ വിദേശ മാർക്കറ്റിലും അതേപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഖ്യയിലേക്ക് ദൃശ്യം 3 എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഓപ്പണിംഗ് കേരള ബോക്സ് ഓഫീസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ വരാൻ പോവുകയാണ്. ആദ്യ ദിവസം 10 കോടിക്ക് മുകളിൽ ദൃശ്യം 3 അടിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇതാ ഏതാണ്ട് 12 കോടിക്ക് മുകളിൽ ഈ ചിത്രം ആദ്യ ദിനം തന്നെ നേടാനുള്ള സാധ്യതയിലേക്ക് എത്തിക്കഴിഞ്ഞു. കൂടാതെ വേൾഡ് വൈഡിൽ ഏതാണ്ട് 50 കോടി എന്നത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട് എന്നാണ് ട്രാക്കർമാർ വിലയിരുത്തുന്നത്. വേൾഡ് വൈഡിൽ ആദ്യ ദിനം തന്നെ 50 കോടി. അങ്ങനെ ഒരു സംഖ്യ ചിലപ്പോൾ നാളെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കും. എന്തായാലും ഇപ്പോൾ തന്നെ വൈകുന്നേരത്തെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുത്തപ്പോൾ തന്നെ ആദ്യ ദിനം വേൾഡ് വൈഡിൽ 39 കോടിയും മറികടന്നിട്ടുണ്ട്. സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമെന്ന് ട്രാക്കർമാരും വിലയിരുത്തുന്നു. 50 കോടി നേടിയാൽ അത് 50 കോടി ആദ്യ ദിനം തന്നെ നേടിയാൽ അത് ചരിത്രമാകും. എമ്പുരാന് മാത്രമാണ് ആദ്യ ദിനം 50 കോടിക്ക് മുകളിൽ നേടാൻ സാധിച്ചത്. ദൃശ്യത്തിന് സാധിച്ചാൽ ഇനി അങ്ങോട്ടുള്ള ദിവസവും ദൃശ്യം ബോക്സ് ഓഫീസിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാം സാധ്യമാകുന്നത് മോഹൻലാലിന്റെ പെർഫോമൻസ് തന്നെയാണ്. പടത്തിനൊരു ചെറിയ മൈനസ് ഉണ്ടായാലും അവിടെ മോഹൻലാൽ പെർഫോമൻസ് കൊണ്ട് പിടിച്ചു നിർത്തുന്ന ദൃശ്യം 3 നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കഥയോ കഥാപരിസരമോ ഒന്നുമല്ല ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2013 ദൃശ്യം ജോർജ് ഊട്ടിയിൽ നിന്നും 2026 അതേ റോളിൽ മോഹൻലാൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആക്ടിംഗ് ഗ്രാഫ്, ആ കഥാപാത്രത്തിന്റെ ലെയർ മുകളിലോട്ടാണ് പോയത്. ആദ്യം ജോർജ് ഊട്ടിയെ കാണുമ്പോൾ മോഹൻലാൽ വളരെ ഓർഗാനിക് ടോണുള്ളൊരു കഥാപാത്രത്തിലേക്ക് കടന്നുവരവ്. ഫ്രഷ്നസ് മാറ്റി നിർത്തിയാൽ ഭയങ്കര ലിമിറ്റഡ് സ്പേസ് ഇമോഷൻസ് ആയിരുന്നു മോഹൻലാൽ ആക്ടിംഗ്. ചില സിഗ്നേച്ചർ ആക്ടിംഗ് മൊമെന്റ്സ് ഉണ്ടെന്ന് ഒഴിച്ചാൽ കേക്ക് വാക്കായിരുന്നു മോഹൻലാലിനത്. മോഹൻലാൽ ടോപ്പ് 10 പെർഫോമൻസിൽ പോലും 2013 ജോർജ് ഊട്ടി ഉണ്ടാവില്ല. 2021 ദൃശ്യം 2 വന്നപ്പോൾ നമ്മളടക്കം അദ്ദേഹത്തിനെ പലരും കളിയാക്കിയിട്ടുണ്ട്. പഴയ മെയ്വഴക്കം ഇല്ല, മുഖത്തെ മാറ്റങ്ങൾ, താടി, മോഹൻലാൽ കഷ്ടിച്ച് ചെയ്തു തീർത്ത ഒരു ജോർജ് ഊട്ടിയാണ് രണ്ടാം ഭാഗത്തിലേത് എന്ന്. എന്നാൽ 3ലേക്ക് കടന്നപ്പോൾ പക്കാ ഞെട്ടിക്കലായിരുന്നു മോഹൻലാൽ. ലെജൻഡ്, ഗോഡ് ലെവൽ പെർഫോമൻസ് ആണ് മോഹൻലാൽ ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇമോഷണൽ ലേയേഴ്സ്, അദ്ദേഹത്തിന്റെ പ്രൈം എക്സ്പ്രസീവ് കണ്ണുകൾ, നോട്ടം, ഇമോഷണൽ ചേഞ്ച്, ചെറിയ ഡബിൾ മോഡുള്ള മാനസിക സംഘർഷം, ഈസിലി വൺ ഓഫ് ദി ബെസ്റ്റ് മോഹൻലാൽ പെർഫോമൻസ് പോസ്റ്റ് 2010 പഴയ ഭ്രമരം ഒക്കെ കണ്ടതിന്റെ പോളിഷ്ഡ് അതിലും കിടുവർഷനായിരുന്നു മോഹൻലാൽ ഇതിൽ കാഴ്ചവെച്ച പെർഫോമൻസ് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഉറപ്പായി അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ പെർഫോമൻസ് ഉണ്ടാവുക ഈ ജോർജ് ഊട്ടിയിലാണ്. ഇവിടെ കഥയും ട്വിസ്റ്റും ഒന്നും ഹൈ തന്നില്ലേലും പുള്ളിയുടെ പെർഫോമൻസ് കണ്ട് ഏറ്റവും ഹൈ കിട്ടിയ പാർട്ട് 3 തന്നെയാണ് മോഹൻലാൽ പീക്ക് പെർഫോമൻസ് എന്നതാണ് അക്ഷരാർത്ഥത്തിൽ ചില പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ. അതുതന്നെയാണ് ഓൾ വേൾഡിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവം. മോഹൻലാലിന്റെ നടനത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ സംസാരവും. ഈ സംസാരിക്കുമ്പോഴാണ് സാക്ഷാൽ ബോളിവുഡിന് മോഹൻലാൽ ഒരു പണി കൊടുത്തു എന്നത്, അതും സാക്ഷാൽ അജയ് ദേവ്ഗൺ ഒരു പണി കൊടുത്ത മോഹൻലാലിനെയാണ് ഇന്ന് കാണാനാകുന്നത്. ഇനി ഇതൊക്കെ എങ്ങനെ അജയ് ദേവ്ഗൺ മരിച്ച് അഭിനയിക്കും എന്നതും കമ്പാരിസൺ ഉറപ്പായി നടക്കും എന്നതും യാതൊരു സംശയമില്ല. ഇതുകൊണ്ട് തന്നെ ആയിരിക്കും തെലുങ്ക് വെർഷനിലെ വെങ്കടേഷ് ഒക്കെ ഈ പാർട്ട് ചെയ്യുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഈ ദൃശ്യം 3 തെലുങ്ക് വെർഷനൊക്കെ അവിടെ റിലീസാകുകയും ചെയ്തു. ഗംഭീര അഭിപ്രായം നേടുന്നുണ്ട് അവിടെ നിന്ന്.